ഹായ് ഹലോ നമസ്കാരം. ഞാൻ വിപിൻ രാജ്. എല്ലാവർക്കും എൻട്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ LGS വേരിയസ് ഫേസ് 4 അല്ലെ, ഫൈനൽ ഫേസിന്റെ ആൻസർ കീ ആണ് നമ്മൾ നോക്കുന്നത്. മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി മാത്രം അല്ലെ. ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾ എന്തായാലും അറിഞ്ഞിട്ടുണ്ടാവും. ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. പിന്നെ മുൻ പരീക്ഷകളെ അപേക്ഷിച്ച് ഇവിടെ നമുക്കുണ്ടായ ഒരു ഡ്രോബാക്ക് എന്ന് പറയാൻ പറ്റുന്നത് 3 ചോദ്യങ്ങൾക്ക് ഉത്തരം ഉണ്ടായിരുന്നില്ല. അത് ഈ ചോദ്യകർത്താവിന്റെ അശ്രദ്ധയായിട്ടാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ. ചോദ്യം ഒരു പ്രത്യേക രീതിയിൽ ക്രമീകരിച്ചാൽ ഉത്തരങ്ങളുണ്ട്. പക്ഷെ അദ്ദേഹം അതൊന്നും ക്രമീകരിക്കാതെ പ്ലെയിൻ ആയിട്ട് നമുക്ക് ചോദ്യം തന്നിരിക്കുകയാണ്. അങ്ങനെ 3 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ അല്ലെങ്കിൽ 3 മാർക്ക് നമ്മുടെ ഇവിടെ നിന്ന് തന്നെ പോയിട്ടുണ്ട്. അത് ഭയങ്കര കഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ആദ്യമേ തന്നെ ഞാൻ അതൊന്ന് ഷെയർ ചെയ്യാണ്. പിന്നെ ഒരു ചോദ്യത്തിന് 2 ഉത്തരം വരുന്ന തരത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ ആ ചോദ്യം ഡിലീറ്റ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ നമുക്ക് 16 മാർക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ ഇത്തരം ഡിലീറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മുടെ സമയം കളയും. അതുപോലെ തന്നെ ഈ 4 മാർക്ക് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ വലിയ കാര്യമായിരിക്കും. മാത്സ് തൊടാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമല്ല. എന്നാൽ മാത്സ് ഒരുവിധം ചെയ്യുന്ന ആൾക്കാർക്ക് ഈ 4 എണ്ണം ഡിലീറ്റ് ആവുക എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമാണ്. അപ്പൊ അത് ഇനിയെങ്കിലും അവരെ ശ്രദ്ധിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ലെ. അപ്പൊ ഈ ശ്രദ്ധിക്കും എന്ന് നമ്മൾ കരുതിയിരിക്കുകയും കാലാന്തരത്തിൽ എന്താണ് സംഭവിക്കുന്നത്, ശ്രദ്ധ വളരെ കൂടുമ്പോൾ ഡിലീറ്റ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസിന്റെ എണ്ണവും കൂടി വരുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പം ഒരു മാനുഷിക പരിഗണന എന്നുള്ള നിലയ്ക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും കൂടെ ഒന്ന് നോക്കിയിട്ട് ഇട്ടിരുന്നുവെങ്കിൽ നമ്മുടെ പിള്ളേർക്ക് എന്ത് ചെയ്തേനെ, ആ 4 മാർക്കും കൂടെ കിട്ടിയേനെ അല്ലേ. അപ്പൊ അതിനകത്ത് ചെറിയ ചെറിയ മിസ്റ്റേക്ക്, ചോദ്യം ഇട്ടതിനകത്തുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്ക് കാരണമാണ് എന്ത് സംഭവിച്ചത്, ആ ക്വസ്റ്റ്യൻസിന് ഉത്തരമില്ലാതെ പോയത് അല്ലെ. ഐശ്വര്യമായിട്ട് തുടങ്ങുമ്പോൾ ആദ്യത്തെ ചോദ്യം മുതലേ ഉത്തരമില്ല എന്നുള്ളതാണ് സത്യം അല്ലെ. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു, 7 × 8 ഡിവൈഡഡ് ബൈ 2 × 14 പ്ലസ് 3ന്റെ സ്ക്വയർ അല്ലെ. ഇതിന്റെ വില കണ്ടെത്താനാണ്. ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ സാധാരണഗതിയിൽ നമ്മൾ എന്ത് ചെയ്യും, ബോർഡ് മാസ് റൂൾ ആണ് ഉപയോഗിക്കുന്നത് അല്ലെ. ഇവിടെ ബോർഡ് മാസ് റൂൾ ഉപയോഗിക്കുമ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണോടാ, ഡിവിഷൻ ചെയ്യണം അല്ലെ. അതിനകത്തൊരു സ്ക്വയർ ഉണ്ട്, അത് ആദ്യം ചെയ്യണമെന്നാണ് ഓർഡർ എന്നുള്ള രീതിയിൽ വരുമ്പോൾ 3ന്റെ സ്ക്വയർ ആദ്യം ചെയ്തെഴുതണം, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ബോർഡ് മാസ് റൂൾ അനുസരിച്ച് 4 ഓപ്പറേഷൻസ് മാത്രമാണ് പരിഗണിക്കുന്നതെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, ഡിവിഷൻ ചെയ്യണം അല്ലെ. അപ്പൊ ഈ 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് എന്തെഴുതണം, 4 എന്ന് എഴുതണം. ഓക്കെ, ബാക്കിയുള്ളത് നമുക്ക് എഴുതാൻ കഴിയുന്നത് എങ്ങനെയാണ്, 7 × അല്ലെ. പിന്നെ വരുന്ന അവിടെ 4 ആണ്, 4 × 14 അല്ലെ. പിന്നെന്താണ്, ഒരു 3ന്റെ സ്ക്വയർ ആണ്, 3ന്റെ സ്ക്വയർ 9. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം 7 × 4 × 14 ഇവരെ ഗുണിക്കുമ്പോൾ തന്നെ ഒരു ഹെവി നമ്പർ കിട്ടും. ഇതിന്റെ കൂടെ ഒരു 9ഉം കൂടെ എന്ത് ചെയ്യണം, കൂട്ടി എഴുതണം. അപ്പൊ ഈ കാണുന്ന ഓപ്ഷൻസ് നോക്കിയടാ, 9, 11, 13, 10 ഇതിനകത്ത് നിൽക്കത്തില്ല. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം ഇതിനെന്തില്ല, ഉത്തരമില്ല. അല്ലാതെ ഇതിന്റെ വാല്യൂ കണ്ടുപിടിച്ച് വെറുതെ നമ്മുടെ സമയം കളയണ്ട. പക്ഷെ നമ്മുടെ ചോദ്യകർത്താവ് ഇത് കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നു എങ്കിൽ ഇതൊരു പ്രശ്നമില്ലാതെ പോയനെ. അതെങ്ങനെയാന്ന് വെച്ചാൽ ആക്ച്വലി അദ്ദേഹം ഉദ്ദേശിച്ചത് ഇവിടെ 2 സ്ഥലത്ത് ഓരോ ബ്രാക്കറ്റ് കൊടുക്കാനായിരുന്നു അല്ലെ. എന്നാലും ഉത്തരവുണ്ട്. മനസ്സിലായോ? അതായത് 7ഉം 8ഉം കൂടെ ആദ്യം ഗുണിക്കുക, 7 8 56 അല്ലെ, ഡിവൈഡഡ് ബൈ പിന്നെ 2ഉം 14ഉം കൂടെ ഗുണിക്കുക, എത്ര കിട്ടും, 28. ശരിയല്ലേ. അപ്പൊ 56 28 നമ്മൾ ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് അതിലേക്ക് എന്ത് ചെയ്യുക, 3ന്റെ സ്ക്വയർ ആയ 9 കൂട്ടുക. ശരിയല്ലേ. അപ്പൊ 56നെ 28 കൊണ്ട് ക്യാൻസൽ ചെയ്തിട്ട് 2 എടുത്താൽ 2 + 9 11 ഉത്തരമുണ്ട്. മനസ്സിലായോ? പക്ഷേ ചോദ്യകർത്താവ് എന്ത് ചെയ്തില്ല, നമുക്ക് ആ ബ്രാക്കറ്റ് തന്നില്ല അല്ലെ. ബ്രാക്കറ്റ് ഇല്ലാതെ നമുക്ക് അങ്ങനെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുമോ, ഇല്ല. മനസ്സിലായോ? അപ്പൊ നമ്മുടെ ഡിമാസ് റൂൾ അല്ലെങ്കിൽ ബോർഡ് മാസിലെ ആ ഓപ്പറേഷൻസിന്റെ മാത്രം റൂൾ നോക്കിയാൽ പോലും ആദ്യം നമുക്ക് ഡിവിഷനെ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തില്ല, ഉത്തരമില്ല. അതേ തെറ്റ് തന്നെ എവിടെ ആവർത്തിച്ചിട്ടുണ്ട്, രണ്ടാമത്തെ ചോദ്യത്തിലും അല്ലെ. നമുക്ക് ആകെ അങ്ങ് കൈവിട്ടു പോകുന്ന രീതിയിലായിരിക്കും അല്ലെ പരീക്ഷാ ഹാളിൽ ഇരിക്കും. നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ നോക്ക്, ഇതെങ്ങനെയാണ്, ഇതെങ്ങനെ ചെയ്തെടുക്കാം, ഇതെങ്ങനെയാണ്, ഇവിടെ ഡിവിഷൻ റൂൾ അനുസരിച്ച് ആദ്യം ഡിവിഷൻ ചെയ്യുകയാണെങ്കിൽ 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 കിട്ടും. പിന്നെ ഇവിടെ വരുന്ന 7ന്റെ സ്ക്വയറാ. 7ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ ആരാ, 49 ആണ്. 49 × 1 × 7 എന്നുള്ളതാണ് അല്ലെ. അപ്പൊ 49 × 1 × 7 എന്ന് വെച്ചാൽ 49 × 7 ആണ്. അല്ലെങ്കിൽ ഏതാണ്, 7ന്റെ ക്യൂബ് ആണ്. 7ന്റെ ക്യൂബ് എത്ര, 343 കിട്ടണം. ഇത് ഓപ്ഷനിലുണ്ടോ, ഇല്ലടാ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഉത്തരമില്ല. ഇവിടെയും ചോദ്യകർത്താവ് ഉദ്ദേശിച്ചത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അദ്ദേഹം ഉദ്ദേശിച്ചത് എത്രയാണ്, 7ന്റെ സ്ക്വയറിനെ 2 കൊണ്ട് ഗുണിക്കുക, ഇതിനൊരു ബ്രാക്കറ്റ് കൊടുക്കുക അല്ലെ.
എന്നിട്ട് ഇവിടെ ഒരു ഡിവിഷന്റെ സൈൻ കൊടുക്കുക. എന്നിട്ട് 2 × 7 ഇങ്ങനെ എഴുതുക. മനസ്സിലായോ? ഇതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അതായത് 7ന്റെ സ്ക്വയർ × 2 ഡിവൈഡഡ് ബൈ 2 × 7. കണ്ടോ? ഈ രണ്ടും ക്യാൻസൽ ചെയ്യുക. ഇതിനകത്തുള്ള ഒരു 7ഉം ഈ ഒരു 7ഉം ക്യാൻസൽ ചെയ്യുക. മിച്ചം വരുന്നത് 7. കണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉത്തരവുണ്ട്. പിടികിട്ടിയോ? പിന്നെ എന്തായാലും അദ്ദേഹം അത് തരാത്തത് കൊണ്ട് നമുക്ക് ആ 2 ചോദ്യം പോയി കിട്ടി എന്നുള്ളതാണ് എന്റെ സത്യം. ഓക്കെ അല്ലേ? അടുത്തൊരു ചോദ്യത്തിലേക്ക്, ഇവയെ ആരോഹണ ക്രമത്തിൽ എഴുതിയാൽ ശരിയായത് ഏത്? അതായത് കുറച്ച് ഭിന്നസംഖ്യകൾ, ഒരു 4 ഭിന്നസംഖ്യകൾ തന്നിട്ടുണ്ട്. 2 ൽ 1, 3 ൽ 2, 4 ൽ 3, 5 ൽ 1 ഇത്രയും തന്നിട്ടുണ്ട് നമുക്ക് ഭിന്നസംഖ്യകൾ. ഈ ഭിന്നസംഖ്യകൾ നമുക്ക് ആരോഹണ ക്രമത്തിൽ എഴുതണം. എന്ന് വെച്ചാൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക്. അപ്പൊ ഇവരുടെ ഏകദേശ വിലകളെ കുറിച്ച് നമുക്ക് ധാരണയുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുത്തെ ആരോഹണ ക്രമം എഴുതാം. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ്, സാധാരണ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ഉപയോഗിക്കും, ഛേദം തുല്യമാക്കിക്കൊണ്ടുള്ള മെത്തേഡ്, അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ഇവിടെ അതിന്റെ ഒന്നും ആവശ്യമില്ല. പകരം നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുക, ഈ 2 ൽ 1, 3 ൽ 2 അല്ലെ, പിന്നെ ആരാണ്? 4, 3 അല്ലെങ്കിൽ 3/4. കണ്ടോ? ഈ ഭിന്നസംഖ്യകളിലെല്ലാം പ്രത്യേകത നോക്കി. 2 ൽ 1 2/3 അല്ലെ, 3/4. ഇവരുടെ എല്ലാം അംശവും ഛേദവും തമ്മിലുള്ള അകലം കണ്ടോ? ഇവിടെ എല്ലാം 1. കണ്ടോ? ഇവിടെ എല്ലാം വ്യത്യാസം എത്രയാണ്? 1 അല്ലെ. ഇങ്ങനെ സെയിം ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കുക? അംശത്തിന്റെയും ഛേദത്തിന്റെ അകലം തുല്യമാണെങ്കിൽ ചെറിയ സംഖ്യ വരുന്നത് ചെറിയ ഭിന്നസംഖ്യയും വലിയ സംഖ്യ വരുന്നത് വലിയ ഭിന്നസംഖ്യ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഭിന്നസംഖ്യകളെ, ഈ 3 ഭിന്നസംഖ്യകളെ ആരോഹണ ക്രമത്തിൽ എഴുതാൻ പറഞ്ഞാൽ ഏതെഴുതിയാൽ മതിയടാ? 2 ൽ 1 അല്ലെ, 3 ൽ 2, പിന്നെന്താ 4 ൽ 3 ഇങ്ങനെ എഴുതിയാൽ മതി. പിന്നെ നമുക്കറിയാം അതിനകത്ത് 5 ൽ 1 മാത്രമേ ഇനി മിച്ചമുള്ളൂ. നമുക്കറിയാം 2 ൽ 1 എന്ന് പറയുന്ന സംഖ്യ അതിനേക്കാൾ ചെറുതാണല്ലോ 5 ൽ 1 അല്ലെ. അതായത് 1നെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണോ 1നെ 5 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണോ വലുത്? 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന. അപ്പൊ അതിനേക്കാൾ ചെറുതാണല്ലോ 1/5. കണ്ടോ? ഇതിനകത്ത് ഇങ്ങനെ എഴുതാം. അപ്പൊ 5 ൽ 1, 2 ൽ 1, 3 ൽ 2, 4 ൽ 3 ഇതാണ് ഇതിന്റെ ശരിക്കും ആരോഹണ ക്രമം, ചെറുതിൽ നിന്ന് വലുതിലേക്ക്. ഇത് കൃത്യമായി പറഞ്ഞിരിക്കുന്ന എവിടെയാണ്? ഓപ്ഷൻ ബിയിലാണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കാൻ ലോജിക്ക് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ ഇതിനെന്ത് ചെയ്യുക? സംഖ്യകളെ ഇങ്ങനെ എഴുതാം. 1/2 അല്ലെ, പിന്നെ ആരാ? 2/3, അടുത്ത ആരാ? 3/4. ആ സംഖ്യകൾ നമ്മൾ നിരത്തി എഴുതാം കേട്ടോ. പിന്നെ ഉള്ളത് 1/5. ഇതിലെല്ലാം അംശത്തിൽ ഓരോ 0 അങ്ങോട്ട് കൊടുക്കാം. ഇവിടെ എല്ലാം അംശത്തിൽ നമ്മൾ എന്ത് കൊടുത്തു? ഓരോ 0. ഓക്കെ, 10ൽ എത്ര 2 ഉണ്ട്? 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 5. 20ൽ എത്ര 3 ഉണ്ട്? 20ൽ എത്ര 3 ഉള്ളത്? 6 അല്ലെ. 30ൽ എത്ര 4 ഉണ്ട്? 30ൽ എത്ര 4 ഉള്ളത്? 7. ദശാംശം ഒന്നും എടുക്കുന്നില്ല. 10ൽ എത്ര 5 ഉണ്ട് എന്ന് ചോദിച്ചാൽ 2. കണ്ടോ? ഇത്രേ ഉള്ളൂ, കഴിഞ്ഞു. ഇനി ഇതിന്റെ ആരോഹണ ക്രമം എന്താണെന്ന് അറിയില്ലേ? ചെറുതെന്ന് വലുതിലേക്ക് ഏതാ ആരോഹണ ക്രമം? 2. 2 കഴിഞ്ഞാൽ ആരാ വരുന്നത്? 5. അടുത്ത ആരാ വരുന്നത്? 6. അടുത്തത് ഏതാ? 7. 2, 5, 6, 7 ആണല്ലോ. അപ്പൊ 2ന് നേരെ വന്ന ഭിന്നസംഖ്യ ആരായിരുന്നു? 1/2 ആണോ? അല്ല, 1/5 ആണ് അല്ലെ. അടുത്ത 5ന് നേരെ വന്നത് ഏതാ? 1/2 ആണല്ലോ. ആണ്. 6ന് നേരെ വന്ന ആരായിരുന്നു? 2/3 ആണല്ലോ. ആണ്. 7ന് നേരെ വന്ന ആരായിരുന്നു? 3/4 ആണല്ലോ. ആണ്. കണ്ടോ? ഇതാണ് എന്റെ ക്രമം. ഇങ്ങനെ എഴുതിയാലും മതി. ഇങ്ങനെ എഴുതുന്നതും ഏത് തന്നെയാണ്? ഓപ്ഷൻ ബി തന്നെയല്ലേ? അത്ര ഉള്ളു കാര്യം കേട്ടോ. അത് നമ്മൾ എഴുതുന്ന രീതി ഏതാണോ, നമുക്ക് ഏതാണോ സൗകര്യമായിട്ട് തോന്നുന്നത് അതങ്ങ് ഫോളോ ചെയ്യാം, വേറെ കാര്യമൊന്നുമില്ല. ഓക്കെ, അടുത്തൊരു ചോദ്യം. ഒരു കുടുംബത്തിലെ 5 പേരുടെ ശരാശരി ഉയരം 160 സെന്റിമീറ്റർ ആണ്. അതിൽ 4 പേരുടെ ഉയരം യഥാക്രമം 163, 160, 161, 162 എന്നിങ്ങനെയാണ്. അഞ്ചാമത്തെ ആളുടെ ഉയരം എത്ര എന്നാണ്. 5 പേരുടെ ശരാശരി ഉയരം അറിയാം. അങ്ങനെയാണെങ്കിൽ ഈ 5 പേരുടെ തുക നമുക്ക് എഴുതാൻ പാടില്ലേ? പറ്റുമല്ലേ? എങ്ങനെ എഴുതും? 5 × 160 എന്ന് എഴുതിയാൽ മതി. 5 × 160. 5 × 160 എന്ന് വെച്ചാൽ എത്രയാടാ? 160നെ 5 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്നത് 800 എന്നാണ് അല്ലെ. ഇതിൽ 4 പേര് ആരൊക്കെയാ? 163, 160, 161, 162. ഇവരെ 4 പേരെ കൂട്ടിയെഴുതുക. അപ്പൊ 160 വെച്ച് 4 ആയപ്പോ എത്രയായി? 160 × 4 എത്രയായി? 640. പിന്നെ വരുന്ന ഒരു 3 1 4 2 6 ശരിയല്ലേ. അപ്പൊ ഈ 4 പേരുടെ തുക എന്ന് പറയുന്നത് എത്രയായിരിക്കും? എത്രയായിരിക്കും വരുന്നത്? നമ്മളൊരു 640 എടുത്തിട്ടുണ്ട്. പിന്നെ ചെറുതൊക്കെ നോക്കുമ്പോൾ എത്രയുണ്ട്? 6. അപ്പൊ 646 ആണ്. ശരിയല്ലേ. അപ്പൊ 4 പേരുടെ തുക 646, 5 പേരുടെ തുക എത്രയാ? 800. അപ്പം 4 പേരുടെ തുക നമുക്കറിയാലോ, അറിയാം. ഇതിൽ അഞ്ചാമത്തെ ആളിന്റെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാ?
800-ൽ നിന്ന് 646 കുറയ്ക്കുക. എത്ര കിട്ടൂടാ? അപ്പോ 154 എന്ന് കിട്ടും. 154. കണ്ടോ? ഇതാണ് ഇവിടുത്തെ ഉത്തരം. ഇത് നമുക്ക് ഇങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു ഐഡിയ എന്താന്ന് വെച്ചാൽ നോക്കടാ, ഇവിടുത്തെ ശരാശരി എന്ന് പറയുന്നത് 160 അല്ലേ? ഈ 160 ആയിട്ട് ബന്ധപ്പെടുത്തി ബാക്കിയുള്ള വാല്യൂസിനെ നോക്കിയാൽ ഇത് 163. എത്ര കൂടുതലുണ്ട് അവിടെ? ഒരു 3 കൂടുതലുണ്ട്. ഇവിടെ 160 ഉള്ളൂ, അവിടെ ഒന്നും കൂടാനില്ല. ഇവിടെ എത്രയാണ്? 161 ഉണ്ട്. അപ്പൊ 160-ഉം 161 തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 1. കണ്ടോ? പിന്നെ ഉള്ളത് ഇവിടെ വരുമ്പോൾ 162. അവിടെ എത്ര കൂടുതലുണ്ട്? 2. മനസ്സിലായോ? അതായത് 160 ശരാശരിയാണെങ്കിലും അതിനകത്ത് എത്ര പേർ ശരാശരിയേക്കാൾ കൂടുതലാ? 3 പേര്. ആരൊക്കെയാ? ഒരാളിന് 3 കൂടുതലാ, അടുത്തയാളിന് 1 കൂടുതലാ, അടുത്തയാൾക്ക് 2 കൂടുതലാ. അങ്ങനെ മൊത്തത്തിൽ ഇവിടെ എത്ര കൂടുതലുണ്ട് ഇവർക്ക്? 4 പേർക്കും കൂടി എത്ര കൂടുതലുണ്ട് എന്ന് വെച്ചാൽ 6 കൂടുതലുണ്ട് അല്ലെ? അപ്പൊ അഞ്ചാമത്തെ ആളിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 160-ൽ നിന്ന് ഈ 6-നെയും കൂടെ അങ്ങ് ഒഴിവാക്കിയാൽ മതി. 160 മൈനസ് 6. 160-ൽ നിന്ന് 6 പോയാൽ എത്ര കിട്ടൂടാ? 154. കണ്ടോ? ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ഉത്തരം എഴുതാം. അതായത് തന്നിട്ടുള്ള അളവുകളെ ഏതിൽ നിന്ന് കുറയ്ക്കുക? ശരാശരിയിൽ നിന്ന് കുറയ്ക്കുക. 160-ൽ നിന്ന് കുറയ്ക്കുമ്പോൾ മിച്ചം കിട്ടുന്ന വാല്യൂസ് എന്തോ അതിനെ എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? ശരാശരി വാല്യൂവിനോട് ആഡ് ചെയ്ത് കൊടുക്കുക എന്നാണ് അല്ലെ? ഇത് കുറച്ച് കിട്ടുമ്പോൾ എങ്ങനെയാണ്? -3, -1, -2 ചേരുമ്പോൾ -6 ആണല്ലോ. ഈ 6 അങ്ങ് കുറയ്ക്കുകയാണ് ചെയ്യുന്ന 160-ൽ നിന്ന്. അപ്പൊ ഉത്തരം 154. അങ്ങനെ നമുക്ക് ചെയ്യാം കേട്ടോ. ഇതിന്റെ സിമ്പിൾ മെത്തേഡാണ് പറയുന്നത്. അടുത്തത് പിന്നെയും ബോർഡ് മാസ് റൂള്. ഈ ഒരു ചോദ്യ പേപ്പറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 5 ചോദ്യങ്ങൾ ബോർഡ് മാസ് കണക്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിൽ 2 എണ്ണം ഉത്തരമേ ഇല്ലാത്തതായിരുന്നു. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ശരിയല്ലേ? അപ്പൊ 4 - 30 പ്ലസ് 45 പ്ലസ് 7 ഇൻറ്റു 7 എന്നാണ് അല്ലെ? ഇതിനകത്ത് എന്തായാലും തെറ്റ് വന്നിട്ടില്ല. ബോർഡ് മാസ് റൂൾ അനുസരിച്ച് ആദ്യം ബ്രാക്കറ്റ് ചെയ്യണം. 45-ഉം 7-ഉം അല്ലെ? 45-ഉം 7-ഉം തമ്മിൽ കൂട്ടിയാൽ എത്ര കിട്ടും? 52 എന്ന് കിട്ടും. ആണല്ലോ? ഈ 52-നോട് എന്ത് ചെയ്യുക? ജസ്റ്റ് 7 ഗുണിക്കുക. 52-ഉം 7-ഉം ഗുണിച്ചാൽ എത്ര കിട്ടും? 364 എന്ന് കിട്ടും. അപ്പൊ ഇത്രയും പ്രവൃത്തി നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ 364 എങ്ങനെ കിട്ടി? 45-ഉം 7-ഉം കൂടെ കൂട്ടി 52, 52-നെ 7 കൊണ്ട് ഗുണിച്ചപ്പോൾ 364. ഇനി ബാക്കി നമുക്ക് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാം? 41 മൈനസ് 30 പ്ലസ് 364 എന്നല്ലേ ആണ്. അപ്പൊ ഈ 41 30 പോയാൽ ബാക്കി എത്ര ഉള്ളൂടാ? 11. 11-ഉം 364-ഉം കൂട്ടി എഴുതുക. അപ്പൊ നിങ്ങൾ ചോദിക്കും, കൂട്ടിയിട്ടല്ലേ കുറയ്ക്കേണ്ടത്? ആയിക്കോട്ടെ, അങ്ങനെ ചെയ്തു. 364-ന്റെ കൂടെ ആരെ കൂട്ടുക? 41-നെ കൂട്ടുക. എത്ര കിട്ടും? 405 എന്ന് കിട്ടും. 405-ൽ നിന്ന് 30 കുറച്ചാലും കുഴപ്പമില്ല, രണ്ടും സെയിം ആണ്. ആൻസർ എത്രയാ? 375. കേട്ടോ? ഇവിടുത്തെ ഉത്തരം 375. കൃത്യമായി ബോർഡ് മാസ് റൂൾ ഫോളോ ചെയ്താൽ മതി. ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡിഷൻ, സബ്ട്രാക്ഷൻ. ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും മാത്രമേ ഉള്ളെങ്കിൽ അതിൽ രണ്ടിൽ ഏത് വേണമെങ്കിലും ആദ്യം ചെയ്യാം അല്ലെ? അഡിഷനും സബ്ട്രാക്ഷനും വരുവാണെങ്കിലോ അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഏത് വേണമെങ്കിലും, അത് മാത്രമേ ഉള്ളെങ്കിൽ അതിൽ ഏത് ആദ്യം ചെയ്താലും പ്രശ്നമില്ല, ഉത്തരത്തിൽ തെറ്റ് വരില്ല കേട്ടോ. ഇവിടുത്തെ ആൻസർ എത്രയാണ്? 375, 375 എന്നാണ്. തെറ്റിപ്പോവോ? ഇല്ല. അടുത്തൊരു ചോദ്യം. ഒരു വിമാനം അരമണിക്കൂർ സമയം കൊണ്ട് 250 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു. ഒരു വിമാനം എന്താ ചെയ്തേ? അരമണിക്കൂർ സമയം കൊണ്ട് 250 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? ആണ്. വിമാനത്തിന്റെ വേഗത എത്ര? അല്ലെ? വിമാനത്തിന്റെ വേഗത ഇവിടെ പറഞ്ഞിരിക്കുന്ന കിലോമീറ്റർ പെർ അവറില, അതായത് 1 മണിക്കൂറിൽ എത്ര എന്നുള്ളതാണ്. എടാ, അരമണിക്കൂറിൽ 250 കിലോമീറ്റർ ആണെങ്കിൽ 1 മണിക്കൂറിൽ എത്ര ആയിരിക്കും? 250-ന്റെ ഇരട്ടി ആയിരിക്കൂലേ? അല്ലെ? അരമണിക്കൂറിൽ 250 ആണെങ്കിൽ 1 മണിക്കൂർ വരുമ്പം 500 കിലോമീറ്റർ ആണ് എന്ന് പറഞ്ഞാൽ പ്രശ്നമുണ്ടോ? ഇല്ല. അപ്പൊ വിമാനത്തിന്റെ വേഗത എത്ര എന്ന് ചോദിച്ചാൽ 500 കിലോമീറ്റർ പെർ അവർ. അത്രേ ഉള്ളൂ. അല്ലാതെ ഇതിനകത്ത് കൺവേർട്ട് ചെയ്യാനോ ഡിവൈഡ് ചെയ്യാനോ മൾട്ടിപ്ലൈ ചെയ്യാനോ ഒന്നും തന്നെ ഇല്ല. എന്ത് മാത്രം നോക്കിയാൽ മതി? അരമണിക്കൂറിൽ എത്ര, അതിന്റെ ഇരട്ടി ആയിരിക്കും 1 മണിക്കൂറിൽ. അപ്പൊ 250-ന്റെ ഇരട്ടി മാത്രം നമ്മൾ എടുത്തെഴുതിയാൽ നമ്മുടെ ഉത്തരമായി തെറ്റിപ്പോകരുത് കേട്ടോ. അത്രേ ഉള്ള ആൻസർ. അടുത്തൊരു ചോദ്യം. 1600 രൂപയ്ക്ക് വാങ്ങിയ ഒരു വസ്തു 12% നഷ്ടത്തിൽ വിറ്റു എങ്കിൽ അതിന്റെ വിറ്റ വില എത്ര എന്നാണ് ചോദ്യം അല്ലെ? 1600 രൂപയ്ക്ക് വാങ്ങി. അപ്പൊ ഈ ഒരു വസ്തു വാങ്ങിയ വില അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 1600 അല്ലെ? ഇവിടെ നഷ്ടമാണ്. നഷ്ടം എത്ര ശതമാനാ? 12%. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ 12% എടുത്തിട്ട് കുറയ്ക്കാം. 1600-ൽ നിന്ന് 12% കുറയ്ക്കാം അല്ലെ? അപ്പൊ 1600-ന്റെ 12% എത്രയാ? 1600 ഇൻറ്റു 100-ൽ 12 എന്ന് നമുക്ക് എടുക്കാം. ശരിയല്ലേ? അപ്പൊ ഇനി 16 ഇൻറ്റു 12 എടുത്താൽ മതി. 16 ഇൻറ്റു 12 എന്ന് വെച്ചാൽ 192 അല്ലേ? ആണ്. അപ്പൊ ഈ 192 രൂപയാണ് ഇവിടുത്തെ എന്ത്? നഷ്ടം അല്ലെ?
അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വിറ്റ വില എത്ര എന്ന് ചോദിച്ചാലോ 1600 മൈനസ് 192. ഓക്കെ അല്ലേ? അപ്പൊ ഈ 192 ഇതിൽ നിന്ന് അങ്ങ് കുറച്ചെഴുതുക. അപ്പൊ 1600 192 പോയാൽ നമുക്ക് കിട്ടുന്നത് 1408 എന്നല്ലേ? ഇത്രേ ഉള്ളൂ. ഇങ്ങനെ നമുക്ക് ഉത്തരത്തിലേക്ക് പോവാം. ശരിയല്ലേ? അല്ലെങ്കിൽ നേരിട്ട് എഴുതുക. എങ്ങനെ? ഈ ഒരു സാധനത്തിന്റെ വാങ്ങിയ വില അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസ് 100% അല്ലേടാ? അല്ലെ? ഈ ഒരു സാധനം നമ്മൾ വാങ്ങിയിരിക്കുന്നത് എത്രയാണ്? 100%. ഇതിൽ എത്രയാ നഷ്ടം വന്നേ? 12% നഷ്ടം. അല്ലെ? അപ്പൊ ഈ 12% കുറച്ചു കഴിഞ്ഞാൽ മിച്ചം വരുന്ന വാല്യൂവിനെ നമുക്ക് 88% എന്ന് വിളിക്കാമല്ലോ. ഒരു സാധനത്തിന്റെ വാങ്ങിയ വില 100% ആണെങ്കിൽ അതിൽ 12% കുറച്ചാൽ ബാക്കി 88 ആണല്ലോ. അപ്പൊ നമ്മൾ ഇതിന്റെ സെല്ലിംഗ് പ്രൈസ് അഥവാ വിറ്റ വില കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 1600ന്റെ എത്ര ശതമാനം കണ്ടുപിടിച്ചാൽ മതി? 88%. അപ്പൊ 1600 × 100 88. ഈ 2 0 നമ്മൾ അങ്ങ് കട്ട് ചെയ്തു. 16 × 88 അല്ലെ? 16 88 തമ്മിൽ ഗുണിച്ചിട്ട് 1408 എന്ന് ഉത്തരം എഴുതിയാലും ശരിയാണ്. ഇവിടെ കിട്ടിയോ? മറ്റേത് നമ്മൾ നഷ്ടം കണ്ടുപിടിച്ച ശേഷം കുറച്ചെഴുതി. ഇവിടെ നഷ്ടത്തിന്റെ ശതമാനം മാത്രം കുറച്ചെഴുതിയ ശേഷം നമ്മൾ എന്ത് ചെയ്തു? വാല്യൂയിലേക്ക് പോയി. ഇത് രണ്ടും സെയിമാ, വലിയ കുഴപ്പമില്ലാതെ ഉത്തരം കിട്ടും. ക്ഷമയോടുകൂടി ചെയ്യാം, അത്രേ ഉള്ളൂ അല്ലെ? പ്രോഫിറ്റ് ആൻഡ് ലോസ്. അടുത്ത ചോദ്യം 55, 80, 100 എന്നീ സംഖ്യകളുടെ ഉസ്സാഖ എത്ര? ഉസ്സാഖ അഥവാ HCF കണ്ടുപിടിക്കാൻ അറിയാലോ. 55 അല്ലെ, 80, 100. ഈ കാണുന്ന 3 സംഖ്യകളിലും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പറിനെ കുറിച്ചാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അതേത് നമ്പറാ? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 55-ൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 11 അല്ലെ? ഇവിടെ കിട്ടുന്നത് 16, ഇവിടെ കിട്ടുന്നത് 20. അപ്പൊ 11, 16, 20 അല്ലേ? ആണ്. ഇതിനകത്ത് ഈ 3 സംഖ്യകളെ കോമൺ ആയിട്ട് ഏതെങ്കിലും സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഒന്നല്ലാതെ. ഒന്നുകൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ, വേറൊന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ HCF ആയിട്ട് നമ്മൾ ആരെ എടുത്താൽ മതിയടാ? 5. ഓപ്ഷൻ നോക്കി എഴുതിയാലും മതി കേട്ടോ. ഇപ്പം 55, 80, 100 അതിന്റെ HCF ആയിട്ട് 10 വരുമോ? ഇല്ല. കാരണം എന്താ? 10 കൊണ്ട് എല്ലാവരെയും ഡിവൈഡ് ചെയ്യാൻ സാധ്യമല്ല അല്ലെ? 8 വരുമോ? ഇല്ല. കാരണം എന്താ? 55-നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 100-നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 2 വരുമോ? 2 വരും, പക്ഷെ 2 ചെറിയ വാല്യൂ അല്ലെ? നമുക്ക് ഹയസ്റ്റ് കോമൺ ഫാക്ടറാ. അപ്പൊ 2-നേക്കാൾ വലുതായിട്ടുള്ള അല്ലെ? 2 വരും എന്ന് വെച്ചാൽ നമ്മൾ ഈ 55-ന്റെ കാര്യം ആലോചിക്കുമ്പോൾ 2-നെ എടുക്കാൻ തോന്നോ? ഇല്ല. മനസ്സിലായോ? 2 വരും. എങ്ങനെയാണ്? എല്ലാ സംഖ്യകളും ഇരട്ടയാണെങ്കിൽ അല്ലെ? അപ്പൊ ഹയസ്റ്റ് കോമൺ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യമേ ചാടി ഇവിടെ പോകരുത്. 2ലേക്ക് പോകരുത്. നമ്മൾ വലുത് നോക്കി വേണം താഴേക്ക് വരാൻ അല്ലെ? അപ്പൊ നമ്മൾ 5ലേക്ക് വന്ന് നോക്കുമ്പോൾ ഓക്കെയാണ്. 55-ൽ ഡിവൈഡ് ചെയ്യാം, 80-ലും ഡിവൈഡ് ചെയ്യാം, 100-ലും ഡിവൈഡ് ചെയ്യാം. കൃത്യമായ എല്ലാ സ്ഥലത്തും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഈ 3 സംഖ്യകളുടെ HCF 55, 80, 100 ഇവരുടെ ഉസ്സാഖ എത്ര എന്ന ചോദ്യത്തിന് 5 എന്ന് ഉത്തരം. ഓക്കെ അല്ലേ? അടുത്തൊരെണ്ണം കൂട്ടത്തിൽ ചേരാത്തത് ഏത് അല്ലെ? 4 സംഖ്യകൾ തന്നിട്ട് ഇവരെ കൂട്ടത്തിൽ ഒറ്റയാനെ കുറിച്ചാണ് ചോദിക്കുന്നത്. എടാ, ഈ ഒരു ചോദ്യത്തിന്റെ സവിശേഷത എന്താന്ന് വെച്ചാൽ ഇതിന് 2 ഉത്തരങ്ങൾ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ 3 ഉത്തരങ്ങൾ എടുക്കാം അല്ലെ? അപ്പൊ അതെങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് നോക്കുക. അതായത് 8, 16, 27, 64. ഓക്കെ. ഇപ്പൊ ഒന്നാമത്തെ കേസ് എന്താന്ന് വെച്ചാൽ ഇതിനകത്ത് 3 സംഖ്യകൾ 8ന്റെ ഗുണിതങ്ങളാണ് അല്ലെ? ഈ 8, ഈ 16, ഈ 64 ഇവരെല്ലാം 8ന്റെ ഗുണിതങ്ങളാണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഒറ്റയാൻ 27 ആയിരിക്കും. അങ്ങനെ എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അതിനകത്ത് 3 സംഖ്യകൾ ഇരട്ട സംഖ്യകളാണ് അല്ലെ? ഇരട്ട സംഖ്യകളാണ്, അതിൽ ഒരാൾ ഒറ്റ സംഖ്യയാണ്. അവനെ നമുക്ക് വേണമെങ്കിൽ ഒറ്റയാനായിട്ട് എടുക്കാം. അപ്പൊ 2 കേസ് ആയില്ലേ? അപ്പൊ അവിടെ എന്താണ്? 27 ആണ് ഉത്തരം. പക്ഷെ ഇവിടെ ഉത്തരമായി വരാൻ സാധ്യതയുള്ളത് ഈ 27 അല്ല കേട്ടോ. PSC നമുക്ക് തരാൻ സാധ്യതയുള്ള 27 അല്ല, 16 ആണ്. കാരണം എന്താ അറിയോ? 8 എന്ന് പറയുന്ന സംഖ്യ 2ന്റെ ക്യൂബാ, 27 എന്ന് പറയുന്ന സംഖ്യ 3ന്റെ ക്യൂബാ, 64 എന്ന് പറയുന്ന സംഖ്യ സ്ക്വയർ ആണ്. എങ്കിൽ പോലും അതൊരു ക്യൂബ് നമ്പർ ആണ്. ആരുടെ? അതെ, 4ന്റെ ക്യൂബാണ്. മനസ്സിലായോ? 2ന്റെ ക്യൂബ്, 3ന്റെ ക്യൂബ്, 4ന്റെ ക്യൂബ് അല്ലെ? ഇതിനകത്ത് വന്നിരിക്കുന്ന 27 എന്ന് പറയുന്ന സംഖ്യ 3ന്റെ ക്യൂബാണ്, 8 2ന്റെ ക്യൂബാണ്, 64 എന്ന് പറയുന്നത് 4ന്റെ ക്യൂബാണ്. എന്നാൽ ഇതിൽ ക്യൂബ് എന്ന് പറയുന്ന ഒരു ഏരിയയിലേക്കേ വരാത്തൊരാള് 16 ആണ്. മനസ്സിലായോ? അതൊരു സ്ക്വയർ നമ്പർ ആണ്, അതെന്തല്ല? ക്യൂബ് അല്ല. അപ്പൊ ഇതിനകത്ത് ഒറ്റയാനായിട്ട് ആര് വരാം? 16. അപ്പൊ 27 എന്ന് പറയുന്ന ആൻസറിനും സാധ്യതയുണ്ട്, 16 എന്ന് പറയുന്ന ആൻസറിനും സാധ്യതയുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ 16 ആണ് PSC എടുക്കാൻ സാധ്യത.
രണ്ടിനും ഒരേ പ്രാധാന്യം കിട്ടുന്ന തരത്തിലുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എന്ത് ചെയ്യാത്തത്, ആൻസർ ഒന്നും തന്നെ മാർക്ക് ചെയ്യാത്തത്. അപ്പൊ 16 വന്നാലും 27 വന്നാലും നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ അല്ലെ. ചിലര് ഒരു പ്രത്യേക ആംഗിളിൽ നോക്കുമ്പോൾ 64 എടുക്കാൻ സാധ്യതയുണ്ട്. കാരണം 64ന്റെ പ്രത്യേകത സ്ക്വയറും ആണ് ക്യൂബും ആണ്. മനസ്സിലായോ? സ്ക്വയറും ആണ് ക്യൂബും ആണ്. അപ്പൊ രണ്ട് കാറ്റഗറിയിലും പെടുന്നയാൾ എന്നുള്ള രീതിയിൽ 64 എടുക്കാം. പക്ഷെ അതിനെ ഒറ്റയാനെന്ന് പറയാൻ പറ്റില്ല അല്ലെ. ഒറ്റയാനെന്ന് വെച്ചാൽ മറ്റു 3 പേർക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരിക്കുകയും ആ പ്രത്യേകത ഇല്ലായിരിക്കുന്ന ആളിനെയാണ് ഒറ്റയാൻ അഥവാ ഓഡ് വൺ എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ എടുക്കാൻ പറ്റിയ ആര് മാത്രമേ ഉള്ളൂ, 27ഉം 16ഉം. അത് ഏതാണ് സാഹചര്യം അല്ലെങ്കിൽ ഏതാണ് PSC ഉദ്ദേശിച്ചതെന്ന് നമുക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ രണ്ടും പറഞ്ഞേ. അടുത്തൊരെണ്ണം 1, 3, 6 എന്നിങ്ങനെ തുടങ്ങുന്ന ശ്രേണിയുടെ അടുത്ത പദം ഏത്? 1, 3, 6 എന്നിങ്ങനെ തുടങ്ങുന്ന ഒരു ശ്രേണിയുണ്ട്. ഈ ശ്രേണിയുടെ അടുത്ത പദം നോക്കടാ. ഈ ശ്രേണിയിൽ എങ്ങനെ വന്നിട്ടുണ്ട്? 1, 3, 6 ഡാഷ്. നോക്ക്, 1ൽ നിന്ന് 3ലേക്ക് പോകുന്നു, എന്താ സംഭവിച്ചത്? 2 കൂടിയിട്ടുണ്ട് അല്ലെ. 3ൽ നിന്ന് 6ലേക്ക് പോകുന്നു, എന്താ സംഭവിച്ചിട്ടുണ്ട്? 3 കൂടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി എന്ത് ചെയ്യണം? 4 കൂടണം. 2 കൂടി 3 കൂടി 4 കൂടണം. 6ഉം 4ഉം 10. കണ്ടോ, ഇവിടുത്തെ ഉത്തരം ഏതാണ്? 10 ആണ്. പ്രത്യേകം ശ്രദ്ധിച്ചോ. അപ്പൊ 1 3ലേക്ക് പോയി, എന്ത് ചെയ്തു? 2 കൂടി. 3 6ലേക്ക് പോയി, എന്ത് ചെയ്തു? 3 കൂടി. 6ന് എന്ത് ചെയ്യണം? 4 കൂട്ടിയിട്ട് എവിടെ എത്തിക്കണം? 10ൽ എത്തിക്കണം കേട്ടോ. ഇതാണ് ഇവിടുത്തെ ആൻസർ. സിമ്പിൾ ആണ്, സിമ്പിൾ സീരീസ് ആണ്. അടുത്തൊരെണ്ണം 2n+1. 2ന്റെ n+1th പവർ എന്ന് പറയുന്നത് 32. അങ്ങനെയാണെങ്കിൽ n എത്ര എന്നാണ്. എടാ 2ന്റെ എത്രാമത്തെ പവറാ മക്കളെ? 32. നമുക്ക് എല്ലാവർക്കും അറിയാം 2നെ എത്ര തവണ എഴുതി ഗുണിച്ചാൽ 2 × 2 × 2 × 2 × 2 എത്ര തവണ? 5 തവണ എഴുതി ഗുണിച്ചാലാണ് നമുക്ക് 32 എന്ന് കിട്ടുന്നത്. ഇതറിയാത്ത ആരും ഇല്ലല്ലോ. ഓക്കെ, അതായത് 2⁵ ആണ് 32. പക്ഷെ നമുക്ക് ചോദ്യത്തിൽ തന്നിരിക്കുന്നുണ്ടോ, ഇത് എന്തെന്നാ പറഞ്ഞിരിക്കുന്നത്? 2n+1 എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ ഈ n+1നെ നമുക്ക് എന്തെന്ന് വിളിക്കാം? 5 എന്ന് വിളിക്കാം. 2n+1 എന്ന് പറയുന്നത് 2⁵ ആണ്. അപ്പൊ n+1 ആരാണ്? 5 ആണ്. അപ്പൊ n എത്രയാണ് എന്ന് ചോദിച്ചാൽ പറയാ 5 - 1 അല്ലെ. 5 എന്ന് 1 പോയാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം 4. അതുകൊണ്ട് തന്നെ n-ന്റെ വില എത്ര എന്ന് ചോദിച്ചാൽ 4. ഓക്കെ ആണേ. അപ്പൊ 32 എന്ന് പറയുന്ന ആരാണ്? 2ന്റെ 5ാമത്തെ പവർ ആണ്. അപ്പൊ n+1 എന്ന് പറയുന്നത് 5 ആണ്. അങ്ങനെയാണെങ്കിൽ n എത്ര എന്ന് ചോദിച്ചാൽ 5 എന്നൊന്ന് കുറയ്ക്കാം. 5 - 1 ഉത്തരം 4 കേട്ടോ. അപ്പൊ ഇവിടുത്തെ ആൻസർ എത്രയാണ്ടാ? തെറ്റിപ്പോല്ലേ? 4 ആണ് നമ്മുടെ ഉത്തരം. ആർക്കും തെറ്റില്ല എന്നാണ് എന്റെ വിശ്വാസം. ഓക്കെ, അടുത്തൊരു ചോദ്യം. ഒരു കന്നുകാലി ചന്തയിൽ കുറെ പശുക്കളും ഉണ്ട് മനുഷ്യരും ഉണ്ട്. ഓക്കെ, പശുക്കളും മനുഷ്യരും ഉണ്ട്. ആകെ കാലുകളുടെ എണ്ണം 70ഉം ആകെ തലകൾ 30ഉമാണ്. അപ്പൊ പശുക്കളും മനുഷ്യനും കൂടെ ആകെ എത്ര പേരുണ്ട്? 30 പേരുണ്ട്. അവർക്കെല്ലാം കൂടെ എത്ര കാലുണ്ട്? 70 കാലും ഉണ്ട് അല്ലെ. അപ്പൊ മനുഷ്യരുടെ എണ്ണവും പശുക്കളുടെ എണ്ണവും തമ്മിലുള്ള വ്യത്യാസം എത്ര എന്നാണ് ചോദ്യം. ഓക്കെ, ഇത് സാധാരണഗതിയിൽ നമ്മൾ ഈ പശുക്കളുടെ മനുഷ്യരുടെ എണ്ണം കണ്ടുപിടിക്കുക ഇക്വേഷൻ ആക്കും. പശുക്കളുടെ എണ്ണം A, മനുഷ്യരുടെ എണ്ണം B. A + B = 30. അങ്ങനെയൊക്കെ എടുക്കാറുണ്ട്. ഇവിടെ അതിന്റെ ഒന്നും ആവശ്യമില്ല. മറ്റൊരു മാർഗമുണ്ട്, പറഞ്ഞുതരാം. ആ ഗ്രൗണ്ടിലുള്ള അല്ലെങ്കിൽ ആ ഒരു ചന്തയിലുള്ള എല്ലാവരും മനുഷ്യരാണെന്ന് ഇരിക്കട്ടെ. എല്ലാവരും മനുഷ്യരാണ് എന്നിരിക്കട്ടെ. ഓക്കെ അല്ലേ. അപ്പൊ മനുഷ്യരാണെങ്കിൽ ആ 30 പേരും മനുഷ്യരാണെങ്കിൽ 30 × 2 അല്ലെ. 30 തലകൾ എന്ന് പറയുമ്പോൾ 30 പേരാണല്ലോ മൊത്തം. 30 × 2 60 കാലുകളെ അവിടെ വരാൻ പാടുള്ളൂ. അപ്പൊ അവിടെ എല്ലാവരും മനുഷ്യരല്ലല്ലോ. അല്ല, ഇവിടെ എത്ര കാലുകളുണ്ട്? 70 കാലുകളുണ്ട്. 70 കാലുകളുണ്ട് എന്ന് വെച്ചാൽ എത്ര കാല് കൂടുതലാ? 10 കാല് എക്സ്ട്രാ ഉണ്ട്. 10 കാലുകൾ എക്സ്ട്രാ ഉണ്ട്. അപ്പൊ ഈ 10 കാലുകൾ, ഈ എക്സ്ട്രാ 10 കാലുകൾ ആർക്കുള്ളതാ? പശുവിനുള്ളതാ. ശരിയല്ലേ. പശുവിന് 4 കാലുകളുണ്ട്, മനുഷ്യന് 2 ഉള്ളൂ. അപ്പൊ നമ്മൾ മനുഷ്യന്റെ കണക്കിട്ടാണ് ഇവിടെ കൂട്ടിയത്. അപ്പൊ മനുഷ്യനാണെങ്കിൽ മൊത്തം 60 കാലേ പാടുള്ളൂ. എന്നാൽ ഇവിടെ 10 കാലം എക്സ്ട്രാ ഉണ്ട്. അത് ആർക്കുള്ളതാ? പശുവിന്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ട അറിയോ? ഈ 10നെ 2 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യാം അല്ലെ. 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 എന്ന് കിട്ടും. എന്ന് വെച്ചാൽ എന്താ മീനിങ്? അവിടെ 5 പശുക്കളുണ്ട്. എത്ര പശുക്കളുണ്ട്? 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 5 എന്ന് കിട്ടും. അവിടെ എത്ര പശുക്കളുണ്ട്? 5 പശുക്കൾ അല്ലെ. അപ്പൊ 5 പശുക്കൾക്ക് എത്ര കാലുണ്ടാവും? 20 കാല് അല്ലെ. ബാക്കി വരുന്ന എത്ര മനുഷ്യരുണ്ട്? 25 മനുഷ്യർ. മൊത്തം 30 പേരില് 5 പേര് പശുക്കളാണെങ്കിൽ ബാക്കി 25 മനുഷ്യരല്ലേ. മനുഷ്യർക്ക് എത്ര കാലുണ്ടാവും? 25 × 2 50. മൊത്തം 70 ആയില്ലേ. ഇതാണ് കഥ. അപ്പൊ ഇവിടുത്തെ മനുഷ്യർ എത്ര എന്ന് ചോദിച്ചാൽ എത്രയാണ്? നമ്പർ ഓഫ് മെൻ 25 ആണ് അല്ലെ. പിന്നെന്താണ്? അവിടെ എത്ര പശുക്കളുണ്ട്? അവിടെയുള്ള കാറ്റിൽ എത്രയാണ്? 5. ഇങ്ങനെ അങ്ങ് എടുത്താൽ മതി.
നമുക്ക് വേണ്ടത് ഇവരുടെ വ്യത്യാസം അല്ലേടാ. 25 5 പോയാൽ എത്രയാ? 20. ഇതാണ് നമ്മുടെ ഉത്തരം. ഓക്കെ ആണോ? പിടികിട്ടിയോ? ഇതിങ്ങനെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ ഇതേ ചോദ്യത്തിൽ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ മനുഷ്യരെന്നെടുത്ത പോലെ മുഴുവൻ കാലികളാണ് എടുക്കുക. അവിടെയുള്ള 30 പേരും കാലികളാണ് അല്ലെ. പശുക്കളാണെങ്കിൽ 30 പേർക്കും കൂടി എത്ര കാല് വേണം? 30 × 4 120 കാല് വേണം. വേണമല്ലോ? വേണം അല്ലെ. പക്ഷെ ഇവിടെ എത്ര കാലേ ഉള്ളൂടാ? 70 കാലേ ഉള്ളൂ. മനസ്സിലായോ? എന്ന് വെച്ചാൽ അവിടെ എത്ര കാലിന്റെ കുറവുണ്ട്? 50 കാലിന്റെ കുറവുണ്ട്. 50 കാലിന്റെ കുറവുണ്ട്. അപ്പൊ ഈ കുറവുള്ള കാലം ആരുടെ കാലാണ്? കുറവ് വരുന്ന കാലം ആരുടെയാണ്? മനുഷ്യരുടെ അല്ലേ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ 50നെ 2 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യുക അല്ലെ. 50നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 25. അപ്പൊ മനുഷ്യരുടെ എണ്ണം 25 അല്ലെ. അപ്പൊ പശുക്കളുടെ എണ്ണം എത്രയാ? 5. മനസ്സിലായോ? ഇങ്ങനെയും നമുക്ക് എടുക്കാം. ഏതാണോ നിങ്ങൾ എടുക്കുന്നത്, മനുഷ്യരായിട്ടാണ് ഫുൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആരുടെ എണ്ണം കിട്ടും? കാലികളുടെ എണ്ണം കിട്ടും. മൊത്തം നിങ്ങൾ കാലികളായിട്ടാണ് അല്ലെങ്കിൽ പശുക്കളായിട്ടാണ് എടുക്കുന്നതെങ്കിൽ എന്ത് കിട്ടും? നിങ്ങൾക്ക് അവിടെ മനുഷ്യരുടെ എണ്ണം കിട്ടും. 25 5 തമ്മിൽ കുറച്ചെഴുതലാണ് നമ്മുടെ ജോലി. നമ്മുടെ ജോലി തീർന്നു. എത്രയാ ആൻസർ? 20. തെറ്റിപ്പോകരുത്. ഓക്കെ അല്ലേ? യെസ്. അടുത്തൊരു ചോദ്യം, 0.05 ഹോൾ സ്ക്വയർ ഇൻറ്റു 1/20 ഈക്വൽ ടു ഡാഷ്. താഴേക്ക് നോക്കുമ്പം ഇവിടെ കുറേ സ്ക്വയർ ക്യൂബ് ഒക്കെയാണ് ഉള്ളത് അല്ലേ. അപ്പൊ നമ്മുടെ കയ്യിൽ ഓൾറെഡി ആരുണ്ടടാ? 0.05ന്റെ ഒരു സ്ക്വയർ കിടപ്പുണ്ട്. അതവിടെ കിടക്കട്ടെ. ഇതിനോട് എന്ത് ഗുണിച്ചിട്ടുണ്ട്? 1/20. മക്കളെ ഈ 1/20 എന്ന് വെച്ചാൽ ആരാ? 1/20യുടെ ദശാംശ രൂപം എന്താ? 1/20 നമുക്ക് എങ്ങനെ എഴുതാം? 1/2 എന്ന് വെച്ചാൽ എന്താ? 1/2 എന്ന് വെച്ചാൽ എന്താ? 0.5 എന്നല്ലേ? ആണ് അല്ലെ. താഴെ ഒരു 10 കൂടെ കൊടുത്താൽ മതി. അപ്പോ 1/20 എന്താണെന്ന് വെച്ചാൽ 0.05 എന്നാണ് കേട്ടോ. 1/20യുടെ മൂല്യം എന്താണ്ടാ? 0.05. അപ്പൊ ആക്ച്വലി ഇവിടെ 1/20 ഗുണിക്കുന്നതിന് പകരം 0.05 ഗുണിച്ചാൽ മതി. ഇത് എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. ഇത് എത്ര എണ്ണം ഉണ്ട്? 1 എണ്ണം ഉണ്ട്. ഇപ്പൊ 2 1 3 ആയില്ലേ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൻസർ 0.05ന്റെ ക്യൂബ് എന്നങ്ങ് എഴുതിയാൽ മതി കേട്ടോ. 0.05ന്റെ ക്യൂബ്. നിലവിൽ എന്തുണ്ട്? 0.05ന്റെ സ്ക്വയർ ഉണ്ട്. പിന്നെ അതിനോട് എന്താ ഗുണിച്ചിരിക്കുന്നത്? 1/20. അപ്പൊ ഈ 1/20 ആരാണ് എന്ന് ചോദിച്ചാൽ അത് 0.05 ആണ്. അപ്പൊ 1/20 ഗുണിക്കുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? 0.05 ഗുണിച്ചാൽ മതി. ഇവിടെ ഓൾറെഡി 2 പീസ് ഉണ്ട്. ഇതിൽ ഒരു പീസും കൂടെ ആയപ്പോ എത്രയായി? മൊത്തം 3 പീസായില്ലേ. അങ്ങനെ നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. അല്ലാതെ വെറുതെ എഴുതി ഇത് ഗുണിച്ച് ഹരിച്ചൊന്നും സമയം കളയേണ്ട കാര്യമേ ഇല്ല. അതിന്റെ ആവശ്യം നമുക്കില്ല കേട്ടോ. പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. ഓക്കെ. അടുത്തൊരു ചോദ്യത്തിലേക്ക്, 1 2 4 8 എന്ന സംഖ്യാശ്രേണിയുടെ അടുത്ത പദം എന്ത്? ശ്രേണി എത്ര എണ്ണം ആയെന്ന് ഓർമ്മയുണ്ടോ? ഉണ്ടോ? ഏറ്റവും കൂടുതൽ ചോദ്യം വന്നിരിക്കുന്ന ബോർഡ് മാസിൽ നിന്നും ശ്രേണിയിൽ നിന്നുമാണ് അല്ലെ. 1 2 4 8 എന്ന ശ്രേണിയുടെ അടുത്ത പദം നോക്കടാ. 1 2 എന്ന് വെച്ചാൽ എന്താ? ഇരട്ടി. 1ന്റെ ഇരട്ടി 2, 2ന്റെ ഇരട്ടി 4, 4ന്റെ ഇരട്ടി 8. കണ്ടോ? 1 2 4 8 എങ്ങനെയാ? ഇരട്ടി ഇരട്ടി 1 ഇരട്ടി 2, 2ന്റെ ഇരട്ടി 4, 4ന്റെ ഇരട്ടി 8. അങ്ങനെയാണെങ്കിൽ അടുത്ത് എന്ത് വേണം? 8ന്റെ ഇരട്ടി വേണം. 8ന്റെ ഇരട്ടി 16. കണ്ടോ? ഇതാണ് ഇവിടുത്തെ കഥ. അപ്പൊ ഈ ശ്രേണി എങ്ങനെയായിരുന്നു? ഇരട്ടി എടുത്തുകൊണ്ടുള്ള ശ്രേണിയായിരുന്നു. അല്ലാതെ വേറെ ഒന്നും ചിന്തിച്ച് സമയം കളയരുത്. 1ന്റെ ഇരട്ടി 2, 2ന്റെ ഇരട്ടി 4, 4ന്റെ ഇരട്ടി 8 അല്ലെ. 8ന്റെ ഇരട്ടി എത്രയാ? 16 ആണ് നമ്മുടെ ഉത്തരം. ഇനി പറയാണ്, രമയുടെയും ജയയുടെയും വയസ്സുകളുടെ അംശബന്ധം 2:3 ആണ്. രമയുടെയും ജയയുടെയും വയസ്സുകളുടെ അംശബന്ധം എന്താണ്? 2:3 ആണ്. ഓക്കെ. 5 വർഷം കഴിയുമ്പോൾ രമയ്ക്ക് 24 വയസ്സാകും. എന്നാൽ ജയയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? നല്ല ചോദ്യമാണ്, പക്ഷെ ഉത്തരമില്ല കേട്ടോ. എടാ 5 വർഷം കഴിയുമ്പോൾ രമയ്ക്ക് 24 വയസ്സ്. 5 വർഷം കഴിയുമ്പോൾ രമയ്ക്ക് എത്രയാണ്? 24. എന്നാൽ ഇപ്പോ രമയ്ക്ക് എത്ര വയസ്സെന്ന് പറയാമോ മക്കളെ? 24 5 കുറയ്ക്കുക, എത്ര കിട്ടൂടാ? 19. ഓക്കെ ആണല്ലോ. അവിടെ ഇരുന്നോട്ടെ. ഇത് നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട്, രമയുടെയും ജയയുടെയും പ്രായങ്ങൾ തമ്മിലുള്ള അംശബന്ധം എങ്ങനെയാണ്? 2:3 ആണ്. എന്ന് വെച്ചാൽ രമയുടെ പ്രായം 2x ആണ് എങ്കിൽ ജയയുടെ പ്രായം 3x ആയിരിക്കും അല്ലെ. രമയുടെ പ്രായം 2x ആണെങ്കിൽ ജയയുടെ പ്രായം എന്തായിരിക്കും? 3x. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ രമയുടെ പ്രായം നമുക്കറിയാമല്ലോ. അറിയാം. അപ്പൊ രമയുടെ പ്രായം 2x അല്ലേ. 2x = 19 ആണ്. 2x = 19 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ x എത്രയായിരിക്കും? 19/2 ആയിരിക്കും. 19ന്റെ പകുതി ആയിരിക്കും. x എത്രയാണ്? 19ന്റെ പകുതി എന്ന് വെച്ചാൽ എത്രയാ? 9.5 ആണ്. x ന്റെ മൂല്യം 9.5 ആണല്ലോ.
ഇവിടെ നിന്ന് ജയുടെ പ്രായം കണ്ടെത്താമോ? ജയുടെ പ്രായം എന്ന് വെച്ചാൽ എന്താണ്? 3x അല്ലേ? ആണ്. അപ്പൊ അതെന്താ ചെയ്യേണ്ടത്? 3 × 9.5 എന്നാണ് അല്ലെ? 3 × 9.5. 3 9 27. അരയും കൂടെ ആയപ്പോഴോ? അര × 3 1.5 ആയില്ലേ? അപ്പൊ ശരിക്കും നമുക്ക് എത്ര കിട്ടണം? 28.5 എന്ന് കിട്ടണം അല്ലെ? ജയുടെ പ്രായം 28.5 എന്ന് നമുക്ക് ഓപ്ഷനിൽ ഇല്ലടാ. മനസ്സിലായോ? വേണമെങ്കിൽ റൗണ്ട് ചെയ്ത് 29 എന്ന് എടുക്കാം അല്ലെ? പക്ഷേ നമ്മുടെ കറക്റ്റ് വാല്യൂ ആണോ? നമുക്ക് കറക്റ്റ് വാല്യൂ കിട്ടിയാലേ എഴുതാൻ പറ്റത്തുള്ളൂ. സിമ്പിൾ ആയിട്ട് ആലോചിക്കുക. 24 വയസ്സുണ്ട് 5 കൊല്ലം കഴിയുമ്പോൾ ഒരാൾക്ക്. അതിൽ നിന്ന് 5 കുറച്ചാൽ അയാളുടെ ഇപ്പോഴത്തെ പ്രായം 19 എന്ന് കിട്ടും. ഈ 19 എന്ന് പറയുന്നത് എന്താണ്? 2 മടങ്ങാണ്. ഏതോ ഒരു വാല്യൂവിന്റെ 2 മടങ്ങാണ്. 19 എന്ന് പറയുന്നത് ഏതോ ഒരു വാല്യൂവിന്റെ 2 മടങ്ങാണ്. ശരിയല്ലേ? അപ്പോ ഈ 19 ഏതോ വാല്യൂവിന്റെ 2 മടങ്ങാണെങ്കിൽ അതിന്റെ പകുതി എത്രയാ? 9.5. 9.5 3 കൊണ്ട് ഗുണിച്ചാലല്ലേ ജയുടെ പ്രായം കിട്ടുള്ളൂ അല്ലെ? 9.5 3 കൊണ്ട് ഗുണിച്ചാൽ 28.5 എന്നേ കിട്ടുള്ളൂ. അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ. അതാണ് അതിന്റെ റീസൺ. പിന്നെയും ബോർഡ് മാസ് വരുന്നു അല്ലെ? 1 + 2 × 3 ഡിവൈഡഡ് ബൈ 6 - 1. അപ്പൊ ബോർഡ് മാസ് റൂൾ അനുസരിച്ചാണെങ്കിൽ ആദ്യം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം അല്ലെ? എന്ത് കിട്ടും? അപ്പൊ 2 3 കൂടെ ഗുണിക്കണം അല്ലടാ? 2 3 കൂടെ ഗുണിച്ചാൽ എന്താ കിട്ടുക? നമുക്ക് 6 എന്ന് കിട്ടും അല്ലെ? അത് കഴിഞ്ഞ് നോക്കുമ്പോൾ അതിനകത്ത് ഡിവിഷൻ അല്ലേ? 6നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാമോ? 6നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 1 എന്ന് കിട്ടും. ഓക്കെ. അപ്പൊ ബ്രാക്കറ്റിനുള്ളിൽ 2 3 കൂടെ ഗുണിച്ചു 6. 6നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? 1. ശരിയല്ലേ? അപ്പൊ നമുക്ക് ഇത് ഇങ്ങനെ എഴുതാം. 1 പ്ലസ് അല്ലെ? 1 - 1. കാരണം ദാ ഇവിടെ മുതൽ ഇത്രയും വാല്യൂ എന്താണ്? 1 അല്ലേ? അപ്പൊ 1 + 1 - 1. അപ്പൊ 1ഉം ഈ 1ഉം കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളഞ്ഞൂടെ? 1ൽ നിന്ന് 1 കളയുക. എത്ര കിട്ടും? അത് 0 അല്ലേ? അപ്പൊ ബാക്കി വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് 1 ആണ് കേട്ടോ. അപ്പൊ ഇവിടുത്തെ വാല്യൂ ഏതാണ്? 1. തെറ്റിപ്പോകരുത്. ഓക്കെ അല്ലേ? അപ്പൊ ചെയ്ത കാര്യം എത്രേ ഉള്ളൂ? 2 3 6. 6നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 1 എന്ന് കിട്ടും. അപ്പൊ അതിങ്ങനെ എഴുതാം. 1 + 1 - 1. ഈ 1ഉം ഈ 1ഉം കൂടെ ക്യാൻസൽ ചെയ്യുക. ബാക്കി വരുന്ന ആരാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? 1 ആണ്. ഇത്രേ ഉള്ളൂ കാര്യം. തെറ്റായോ? കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റിയില്ലേ? യെസ്. അപ്പൊ അടുത്തൊരു ചോദ്യം ഇങ്ങനെയാണ്. ഇത് നമുക്ക് അനലോഗി ആയിട്ടോ റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ ആയിട്ടോ ഒക്കെ വിചാരിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമായിരുന്നു കേട്ടോ. 11 132. 11ന് 132നോട് ഒരു ബന്ധമുണ്ട്. അതേ രീതിയിൽ 22നോട് ബന്ധമുള്ള നമ്പർ ഏത് എന്നുള്ളതാണ് ചോദ്യം അല്ലെ? അപ്പൊ അനലോഗി ആയിട്ടാണ് നമ്മൾ ഇത് പരിഗണിച്ചാലും കുഴപ്പമില്ല, റേഷ്യോ ആയിട്ട് പരിഗണിച്ചാലും കുഴപ്പമില്ല. കാരണം ഇതിന്റെ ആൻസർ നമുക്ക് ആ രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് അല്ലെ? ഇവിടെ നമുക്ക് 11 132 തമ്മിലുള്ള ബന്ധത്തെ എങ്ങനെയൊക്കെ എഴുതാം? 11ന്റെ സ്ക്വയർ എടുക്കാം അല്ലേടാ? 11ന്റെ സ്ക്വയർ എത്രയാ? 121 ആണ് അല്ലെ? ഈ 121നോട് ഒരു 11 കൂടെ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 132 എന്ന് കിട്ടും. ഇതൊരു റിലേഷനാണ്. 11ന്റെ സ്ക്വയർ അതിനോട് ഒരു 11 കൂടെ കൂട്ടിയാൽ 132 അല്ലെ? അപ്പൊ ഇതേ ഒരു റിലേഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ 22 ഉണ്ട്. 22ന്റെ സ്ക്വയർ എടുത്തൂടെ? എടുക്കാം. 22ന്റെ സ്ക്വയർ എത്രയാ? 484. കണ്ടോ? അപ്പൊ ഇതിലേക്ക് നമ്മൾ ഒരു 22ഉം കൂടെ ആഡ് ചെയ്യുന്നു എന്ന് ചിന്തിച്ചേ അല്ലെ? ഇത് ആഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 500ന് മുകളിൽ വാല്യൂ വരുന്നുണ്ട്. പക്ഷെ ഓപ്ഷനകത്ത് ആ വാല്യൂ കിട്ടുന്നില്ല. ഉണ്ടോ? മനസ്സിലായോ? അപ്പൊ ചെയ്യുന്നതിന് മുമ്പ് അങ്ങനെ ആലോചിക്കുക. വാല്യൂ ഏതുവരെ ഓപ്ഷനകത്തുള്ളൂ? പരമാവധി 264 വരെ ഉള്ളൂ. അപ്പൊ അതല്ല കണക്ഷൻ. അപ്പൊ വേറെ എന്താണ് ഒരു റിലേഷൻ കിട്ടുന്നതെന്ന് വെച്ചാൽ 11നെ 132ലേക്ക് കൊണ്ടുപോകാൻ എന്താ മാർഗം? 11നെ 12 കൊണ്ട് ഗുണിച്ചാൽ 132 കിട്ടും അല്ലെ? 11നെ 12 കൊണ്ട് ഗുണിച്ചാൽ 132 കിട്ടും. അങ്ങനെയാണെങ്കിൽ 22നെയും അതേ 12 കൊണ്ട് ഗുണിച്ചേ അല്ലെ? 22 × 10 എത്ര കിട്ടും? 220. 22 × 2 44. അപ്പൊ എത്ര കിട്ടും? 264. കണ്ടോ? ഓക്കെ. അപ്പൊ 22നെ 12 കൊണ്ട് ഗുണിക്കുക. എത്ര കിട്ടും? 264. ശ്രദ്ധിക്കുക, 12 ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഉറപ്പായിട്ടും റേഷ്യോ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. 11ന്റെ 12 മടങ്ങ്, ഇവിടെ 22ന്റെ 12 മടങ്ങ്. കണ്ടോ? 264. തെറ്റിപ്പോവല്ലേ? ഓക്കെ. അടുത്തൊരു ചോദ്യം, ഒറ്റയാന ഏത്? ചതുർഭുജം, ലംബകം, സാമാന്തരികം, ചതുരം. ഇതിനകത്തുനിന്ന് ഒറ്റയാന എങ്ങനെ കണ്ടെത്താം? എടാ, ലംബകം, സാമാന്തരികം, ചതുരം ഇവരെല്ലാരും ക്വാഡ്രിലാറ്ററൽസാ. എന്ന് വെച്ചാൽ എന്താ? ചതുർഭുജങ്ങളാണ് അല്ലെ? അപ്പൊ ചതുർഭുജങ്ങൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ ചതുർഭുജം എന്ന് പറയുന്ന ഒരു വലിയ കാറ്റഗറിക്കകത്ത് ഉൾപ്പെടുന്ന 3 ആൾക്കാരാണ് ലംബകം, സാമാന്തരികം, ചതുരം. എന്ന് വെച്ചാൽ ആരൊക്കെയാ? റെക്ടാങ്കിള്, പിന്നെ സാമാന്തരികം പാരലോഗ്രാം, പിന്നെ ലംബകം. ലംബകം എന്ന് വെച്ചാൽ എന്താ? ട്രപ്പീസിയം. ഇവര് 3 പേര് എന്താണ്? ഇവരെല്ലാവരും ക്വാഡ്രിലാറ്ററൽസ് ആണ് അല്ലെ?
എന്നാൽ ഇവരെ കോമൺ ആയിട്ട് പറയുന്ന പേരാണ് ചതുർഭുജം. അതുകൊണ്ട് ഒറ്റയാൻ ആരാണ് എന്ന് വെച്ചാൽ ചതുർഭുജമാണ്. ചതുർഭുജം എന്ന് പറഞ്ഞാൽ ഇവരുടെ കൂട്ടത്തിൽ വരില്ല കേട്ടോ. ചതുർഭുജം എന്ന് പറഞ്ഞൊരു ഷേപ്പ് നമ്മൾ അങ്ങനെ പൊതുവെ പറയാറില്ല. ഇവരെല്ലാവരും ചതുർഭുജത്തിന്റെ ഉള്ളിൽ വരുന്നവരാ. അതുകൊണ്ട് തന്നെ അവര് 3 പേരും ഒരു ഗ്രൂപ്പും ചതുർഭുജം സെപ്പറേറ്റ് ആളുമാണ്. അതുകൊണ്ട് ഒറ്റയാൻ ആര് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ എന്ന് എടുത്താൽ മതി കേട്ടോ, തെറ്റിപ്പോകരുത്. നല്ലൊരു ചോദ്യമാണ്, തെറ്റാൻ സാധ്യതയുള്ളതാണ്. 2, 3, 5, 7 ഇങ്ങനെ തുടർന്നാൽ 8ാമത്തെ സ്ഥാനത്തെ സംഖ്യ ഏത്? ഇതൊരു സീരീസ് ആണല്ലോ, 2, 3, 5, 7. ഇതെന്താണ്? പ്രൈം നമ്പർ സീരീസ് ആണ്. എന്താണിത്? പ്രൈം നമ്പർ സീരീസ് ആണ്, അഭാജ്യ സംഖ്യകളുടെ ശ്രേണി അല്ലെ. അപ്പൊ ഈ സംഖ്യകൾ ആരൊക്കെയെന്ന് വെച്ചാൽ 2, 3, 5, 7. അടുത്താര വരുന്നേ? 11, 13, ശരിയല്ലേ? 17, 19. കണ്ടോ? ജസ്റ്റ് എഴുതി നോക്കിയാൽ മാത്രം മതി കേട്ടോ. അതിനകത്ത് 8ാമത്തെ സ്ഥാനത്തെ അല്ലെങ്കിൽ 8ാമത്തെ സംഖ്യ ഏത് എന്ന് ചോദിച്ചാൽ 8ാമത്തെ അഭാജ്യ സംഖ്യ 19. ഒരു സംശയവും വേണ്ട, അതാണ് നമ്മുടെ ഉത്തരം. വേറെ ഒന്നും അതിനകത്ത് ചെയ്യാനില്ല കേട്ടോ. പ്രൈം നമ്പേഴ്സിനെ നേരത്തെ എഴുതുക, 8ാമത്തെ ആൾ ആരാണെന്ന് മാത്രം നോക്കി എഴുതിയാൽ മതി. ഇവിടുത്തെ ഉത്തരം 19. തെറ്റിപ്പോവല്ലേ? യെസ്. അടുത്തൊരു ചോദ്യം, 4 2/6 ഡിവൈഡഡ് ബൈ 1 2/6. 4 2/6 ഡിവൈഡഡ് ബൈ 1 2/6. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ 4 2/6 ഇങ്ങനെ എഴുതും അല്ലെ. എന്നിട്ട് 1 2/6 ഇങ്ങനെ എഴുതും. എന്നിട്ടോ നമ്മൾ ഇത് രണ്ടും കട്ട് ചെയ്ത് കളയും അല്ലേ. കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതിന്റെ ഉത്തരം 4 എന്ന് എഴുതി വെക്കും. എന്നിട്ട് നമ്മൾ ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ പ്ലിങ് ആവും. ശരിയല്ലേ? തെറ്റല്ലേ? അങ്ങനെ ഒരു ഉത്തരം വരുമോ? ഇല്ല. ഇത് ഭിന്നസംഖ്യയാണ്. എന്ത് ഭിന്നസംഖ്യയാണ്? മിശ്ര ഭിന്നാണ്, മിക്സഡ് ഫ്രാക്ഷൻ അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരെ ഡിവൈഡ് ചെയ്യുന്നതിന് പകരം അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുന്നതിന് മുമ്പ് ഇവരെന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യണം. ഏതിലേക്ക്? ഇംപ്രോപ്പറിലേക്ക്, വിഷമ ഭിന്നത്തിലേക്ക് മാറ്റണം. അതായത് 4 2/6 എന്ന് പറയുന്ന സംഖ്യ നമുക്ക് എങ്ങനെ മാറ്റാന്ന് വെച്ചാൽ 6 അതുപോലെ അവിടെ എഴുതാം അല്ലെ. 4ഉം 6ഉം തമ്മിൽ ഗുണിക്കുക. 4 × 6 24 അല്ലെ. 24 + 2 എത്ര കിട്ടും? 26. എത്ര കിട്ടി? അപ്പൊ അവിടെ 6 4 24 2 26. അപ്പൊ എത്ര കിട്ടി? 26/6 എന്ന് കിട്ടി അല്ലെ. ഇതിനോട് നമ്മൾ എന്താ ഡിവൈഡ് ചെയ്യാൻ പോവാ? 1 2/6 അല്ലെ. അപ്പൊ ഡിവൈഡ് ചെയ്യാൻ പോവാണ് 1 2/6. അപ്പൊ ആ 6 അതുപോലെ തന്നെ എഴുതുക. 1 × 6 + 2 എത്ര കിട്ടും? 8. അപ്പൊ 8/6. അപ്പൊ 26/6 ഡിവൈഡഡ് ബൈ 8/6 എന്നാണ്. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാന്ന് വെച്ചാൽ 26/6 ഇൻറ്റു 6/8 എന്ന് വെച്ചാൽ രണ്ടാമത്തെ ഭിന്നസംഖ്യയുടെ വിൽക്രമം കൊണ്ട് ഗുണിക്കുക. റെസിപ്രോക്കൽ എടുത്തിട്ട് മൾട്ടിപ്ലൈ. അപ്പൊ 6 6 നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഓക്കെ അല്ലേ? ഇവിടെ ഒരു 26 ഉണ്ട്, മുകളിൽ 26 ഉണ്ട്, താഴെ ആര് വന്നിട്ടുണ്ട്? 8 വന്നിട്ടുണ്ട്. 26നെ 8നെ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 13/4 എന്നല്ലേ? ആണ്. 13ൽ എത്ര 4 ഉണ്ട്? 13ൽ 3 4 ഉണ്ട്. 3 4 12. ബാക്കി ആരാ? 1/4 അല്ലെ. അതുകൊണ്ട് തന്നെ 13/4നെ നമുക്ക് വേണമെങ്കിൽ 3/4 എന്ന് എഴുതാം. 13/4 എന്ന് എഴുതുന്നതിന് പകരം 3/4 എന്ന് എഴുതാം. അപ്പൊ ഈ ചോദ്യം എങ്ങനെ ചെയ്യും? 4 2/6 അതൊരു മിശ്രഭിന്നാണ്. ഇതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 26/6 എന്ന് കിട്ടും. 1 2/6 അതെങ്ങനെ കൺവേർട്ട് ചെയ്ത് എഴുതാൻ പറ്റും? 8/6 എന്ന് എഴുതാൻ പറ്റും. ഇവരെ നമ്മൾ ഡിവൈഡ് ചെയ്യാണ് അല്ലെ. അപ്പൊ ഇവരെ നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യാം? നമുക്ക് ആദ്യമേ വേണമെങ്കിൽ ഇവരെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. 26നെ 6നെ ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ എന്ത് കിട്ടും? 13/3 എന്ന് കിട്ടും. ശരിയല്ലേ? അതുപോലെ 8ഉം 6ഉം കൂടെ സിംപ്ലിഫൈ ചെയ്താൽ എന്ത് കിട്ടും? 4/3 എന്ന് കിട്ടും. ഇത് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക? ഇൻറ്റു ഇടുക അല്ലെ. ഈ 4/3 എന്നുള്ളത് എന്താക്കി എഴുതുക? 3/4 എന്നങ്ങ് എഴുതിക്കോ. പ്രശ്നം തീർന്നല്ലോ. അപ്പൊ 3ഉം 3ഉം ക്യാൻസൽ ആയി. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 13/4 ആണ്. ഈ 13/4 എന്ന് പറയുന്നത് എന്താണ്? ഇംപ്രോപ്പർ ആണ്, മിക്സഡ് ആക്കുക. 13ൽ എത്ര 4 ഉണ്ട്? 3. ബാക്കി എത്രയുണ്ട്? 1/4. അപ്പൊ 3 1/4 അല്ലെങ്കിൽ 3/4 എന്നതാണ് നമ്മുടെ ഉത്തരം. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത്രയായിരുന്നു നമ്മുടെ ചോദ്യങ്ങൾ. ഇതിൽ 4 എണ്ണം നമുക്ക് എന്തായാലും തീരുമാനമായി അല്ലെ. ഇനിയിപ്പോ 4ാമത്തേത് ഇപ്പൊ 3 എണ്ണം നമുക്ക് എന്തായാലും തീരുമാനമാക്കി വെച്ചിട്ടുണ്ട്. 4ാമത്തേത് എന്താണ് തീരുമാനം വരുന്നതെന്ന് അറിയില്ല. അപ്പൊ എന്തായാലും ഒരുവിധം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകും എന്നാണ് വിചാരിക്കുന്നത്. തെറ്റില്ലാത്ത ചോദ്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമ്മുടെ പിള്ളേർക്ക് ചെയ്യാൻ പറ്റി എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഇതിനകത്ത് ഇനിയിപ്പോ പരീക്ഷ കഴിഞ്ഞല്ലോ, കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കാം. അങ്ങനത്തെ ഒന്നും പരിപാടിയൊന്നും വേണ്ട. നമുക്ക് അടുത്ത 10th പ്രിലിംസ് വരുന്നുണ്ട് അടുത്ത മാസം. അതുകൊണ്ട് ഒരു റെസ്റ്റും വേണ്ട. ഇന്നു മുതൽ അടുത്ത ശ്രമം തുടങ്ങിക്കോളൂ കേട്ടോ. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. വീണ്ടും കാണും. താങ്ക് യു സോ മച്ച്.